തൂമ്പുണ്ടാക്കാൻ പോകണം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി ഒരു 15 അല്ലി. ഇത് പച്ച വെളുത്തുള്ളിയാണ്, വേവിച്ചിട്ടൊന്നുമില്ല. 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്. 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത്. ഞാൻ എൻ്റെ അടുത്ത് വലിയ മുട്ടല്ല, ജസ്റ്റ് ആയതുകൊണ്ട് ഒരു ഉരുളൻകിഴങ്ങിന് ഒരു മുട്ട എന്നുള്ള കണക്കിനാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2 മുട്ട എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ്. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കൽ മോരാണ്. ഇത് നല്ല പുളിയുള്ള മോരാണ്. ഇത് 1/2 ഗ്ലാസ് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ തൈരില്ല, അതുകൊണ്ട് ഞാൻ മോര് ഒഴിച്ചത്. സൺഫ്ലവർ ഓയിൽ 1 ഗ്ലാസ് ഒഴിച്ചെടുത്ത് 1/2 ഗ്ലാസ് മോര് ഒഴിച്ചെടുത്ത് ഇനി ഒരു മുട്ടയും ചേർത്ത് നല്ലോണം അടിച്ചെടുക്കുക. മുട്ടയുടെ വെള്ള ചേർക്കണ മാത്രമാണ് ചേർത്തത്. ഈ മുട്ടൻ്റെ പിന്നെ ഉണ്ണി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം, ഇത് നല്ലോണം അരിഞ്ഞതിൻ്റെ ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്ന് അരച്ച് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ആ അളവിൽ എടുത്തിട്ട് അരിഞ്ഞിട്ടില്ല, അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഇത് വെള്ളം കുറഞ്ഞ. അപ്പോൾ 1/2 ഗ്ലാസ് മോരും 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 1 ഗ്ലാസ് മോര്, 2 മുട്ട, 2 ഉരുളൻകിഴങ്ങ്, 15 അല്ലി വെളുത്തുള്ളി, ഉപ്പുമാണ് ചേർത്തത്. ഇനിയിപ്പോൾ ആ മുട്ടൻ്റെ മഞ്ഞ ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തി കൊടുക്കണം. ഇനി നമുക്ക് അടിച്ചിട്ട് വരാം. പാകത്തിനാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിൽ എടുത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അധികം കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ അങ്ങനെ എടുക്കാറ്. തക്കാളി സോസ്, പച്ചപ്പുളി, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാറാണ്. അതുകൊണ്ടാണ് 2 പാത്രത്തിൽ സെർവ് ചെയ്തത്. ഇതെല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ കൂടുതൽ ഇടുന്നതാണ്, അതെല്ലാവരും കാണുക. താങ്ക്സ്.